വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. വെരി സ്പെഷ്യൽ വ്ളോഗാണ്. പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഡ്രീം വ്ളോഗായിട്ട് വേണം പറയാം. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു ഡ്രീം പ്ലേസിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്, മൂന്നാറിലെ ആക്ച്വലി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ വൈഫിന് കൊടുത്തതാണ്. ഞങ്ങളുടെ സനബേബിയുടെയും ഫസ്റ്റ് ട്രാവലാണ് മൂന്നാറിലെ പറക്കാട്ട് റിസോർട്ടിൽ. ഞങ്ങൾ മൂന്നാറിൽ വരണമെന്നാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ആദ്യത്തെ ആഗ്രഹം. ഞങ്ങള് മോസ്റ്റ് എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെ മോസ്റ്റ് ലക്ഷറീസ് ആയ ഒരു റിസോർട്ടിൽ, പറക്കാട്ട് റിസോർട്ടിൽ ഞങ്ങൾക്ക് വരാൻ പറ്റി. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വന്നതാണ്. ആക്ച്വലി ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു വരണമെന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് സഫലമായി. അതെ, വന്നപ്പോ നല്ല ടയർഡായിരുന്നു. ആക്ച്വലി ലോബിയിലും ഞങ്ങളുടെ റിസപ്ഷനിലൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം സമയം ഏകദേശം ഇപ്പം 4:15 സമയം. നമുക്കൊരു 4:30 ആകുമ്പോൾ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട്. അതിന് പോകുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞ് കുറച്ച് സീനാണ് വന്നപാടെ. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വന്ന വഴിക്കാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ നേരം ഉറങ്ങി അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറി ഞങ്ങൾ കുറെ നേരം റൂമെല്ലാം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കാണിക്കും. പക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, നല്ല വ്യൂ ആണ്. ഞങ്ങളിപ്പം ബാക്കിൽ തന്നെ കാണുന്നത് ഞങ്ങളുടെ റൂമിന്റെ ഏറ്റവും ഫ്രണ്ട് ബാൽക്കണിയിലെ വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ വീഡിയോ ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. In 300 meters, turn left to stay on Munnar bypass. ഇതാണ് ഗൈസ്. അപ്പം നമ്മള് പറക്കാട്ട് റിസോർട്ടിന്റെ താഴോട്ട്, അതെ, നമ്മളിപ്പോ തൊടുപുഴന്ന് ഏകദേശം ഒരു 12 മണിക്ക് ഇറങ്ങിയിട്ട് എത്തിയിരിക്കുന്ന ടൈം 3 മണിയായിട്ടുണ്ട്. എന്താണെങ്കിലും നല്ലൊരു ഡ്രൈവായിരുന്നു. അത് ഈ ഒരു ഇറക്കം കാണുന്നതാണ്. Your destination is on the right. നമ്മുടെ റൂമിന്റെ എൻട്രി പോർഷൻ ആണ് ഇത്. നമ്മുടെ റൂം നമ്പർ 1990. ദിസ് ഈസ് അവർ എൻട്രി പോർഷൻ. കം ഓൺ. ഇതാണ് നിങ്ങളുടെ റൂം വരുന്നത്. അതെ, അടിപൊളി ബെഡ്. ഹാപ്പിയാണോ? ടോപ്പൊക്കെ അടിച്ച് ഹാപ്പി. ഗ്ലാസ് ഒക്കെ ടോപ്പില്. അതെ, ചെയേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വലിയ മിററുണ്ട്. ലഗേജ് ആണ്. അപ്പം ഞങ്ങള് ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള ജീപ്പൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. ഈ നോക്കിയ താഴോട്ടുള്ള ഈ വഴി കൂടെ ഒക്കെയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. എന്താവും? അതെ, താഴെയാണ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു ലവിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ വെച്ചിട്ടുണ്ട്. ഇത് പൂൾ പ്ലേസ് ആണ്. ഇതെല്ലാം നാളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഇവിടെ കൊള്ളാം.
അതെ. മഞ്ഞുണ്ടോ? രാവിലെ ഇന്നലെയൊക്കെ നല്ല മഞ്ഞാണ്. ഓരോ ദിവസം ഓരോ കാലാവസ്ഥ. ഇപ്പോൾ അവിടെയൊക്കെ പോകണമെങ്കിൽ ആ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ജീപ്പ് സഫാരിക്ക് കഴിഞ്ഞ് താഴെ എത്തിയപ്പം നമ്മുടെ ഗൈഡിനെ നമുക്ക് തന്നു. പുള്ളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങോട്ടൊക്കെ ഏതുവഴിയൊക്കെയാണ് പോകേണ്ടത്, കേവൊക്കെ എവിടെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കും. അപ്പുറത്തൊരു പാർക്കുണ്ട്. ഇത്രയാണ് ആക്ടിവിറ്റീസ്. പിന്നെ റോപ്പിൽ ഒരേ സമയം 4 പേർക്ക് പോകാം. ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഏജ് എലിജിബിലിറ്റി 10 ആൻഡ് എബോ ആണ്. പിന്നെ വേറെ കാര്യം, ഹാർട്ട് പേഷ്യൻസ് ആ റോപ്പിൽ പോകും. ഇനി ആ റോപ്പിലൂടെ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് നേരെ ഈ വഴി പോകാം. സ്ട്രേറ്റ് ആയിട്ട് പോയിട്ട് അവിടെ ആ കേബിളും കണ്ട് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. നമുക്ക് നമ്മുടെ സെന ബേബി ഉള്ളതുകൊണ്ട് ഈ റോപ്പ് വഴിയൊന്നും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെയുള്ള വഴിക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാണുന്ന ഗുഹയ്ക്കകത്തൂടെ കയറി ഞങ്ങൾ മേളിലോട്ട് പോകാനായിട്ട് പോവാണ്. ഭീമ പോയത് ട്രൈപ്പോഡൊക്കെ എടുത്ത് വണ്ടിക്കകത്തുനിന്ന് വരുന്നുണ്ട്. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്ട് തന്നെ ഞാൻ പതുക്കെ മുന്നിൽ ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നെത്തിയെന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടിലാണ്. ശരിക്കും ഞങ്ങൾ എന്താ പറയുന്നത്, ആ വേര് കണ്ടോ, ആ ഇങ്ങനെ സൈഡിൽ കൂടെ പോയിരിക്കുന്നത്, അത് ശരിക്കും ഒറിജിനൽ റൂട്ട്സ് തന്നെയാണ്. ട്രീയുടെ റൂട്ട്സ് എന്ന് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. രാത്രിയിലൊക്കെ ഇവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ മേളിൽ കാണുന്നതാണ് ആക്ച്വലി കേവ് വരുന്നത്. അത് 1 ബെഡ്റൂം കേവാണ്. അതിൻ്റെ ഉൾവശം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പം. അത് മേളിലും താഴെയുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ. ഇതാണ് കേറും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ശരിക്കും ഒരു ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു പക്ക ഒരു ഫീൽ തന്നെയാണ്. നമ്മൾ ആക്ച്വലി ബാക്കിൽ കൂടെ ആണ് ഉള്ളത്. ഇതാണ് കേവിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷനിലും പക്ക ഒരു ഫോറസ്റ്റ് ഫീൽ തന്നെയാണ്. പഠിച്ചവനെ ഇങ്ങനെ ഒരു റൂം മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും ഒരു രാജകൊട്ടാരത്തിൻ്റെ അകത്ത് പെട്ടൊരവസ്ഥയാണ്. ഫുള്ള് റോക്കിൻ്റെ അകത്ത് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഒരു ബെഡ്റൂം, ഡബിൾ കോട്ട് ഒരു ബെഡ്റൂം, ബാത്റൂം. എൻ്റെ പൊന്നോ, എൻ്റെ ഈ കാണുന്നതിൻ്റെ അകത്താണ് ബാത്റൂം വന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കിക്കേ. ശരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എല്ലാ കാഴ്ച. കുസി ബാത്ത്, ഫുൾ ഓഫ് മിറേഴ്സ്, അങ്ങനെ എല്ലാം ഒരു ബാത്റൂമിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവിടെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പേസിൻ്റെ കാര്യം നമ്മളെടുത്ത് പറയണ്ടല്ലോ, അതിൻ്റെ അകത്ത് ശരിക്കും കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ.
ശരിക്കും എന്തൊക്കെ എടുക്കണമെന്നോ എന്ത് ഫോട്ടോസ് എടുക്കണമെന്നോ വീഡിയോസ് എടുക്കണമെന്നോ ഇല്ല അറിയാം. കുറേയൊക്കെ ഞങ്ങളങ്ങ് കുറേ ഫോട്ടോസൊക്കെ അങ്ങ് എടുത്ത്. ബാത്റൂമിലെ ഫാൻ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് ബാത്റൂമിലെ ഫാൻ. ഒന്നും പറയാനില്ല ഗൈസ്. അതിൻ്റെ അകത്തുനിന്ന് വെള്ളോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം നമ്മൾ ശരിക്കും ഒരു സ്വർഗത്തിൽ നിന്ന് വെള്ളോട്ട് വന്നൊരവസ്ഥയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ മുകളിലുള്ള പോലെ തന്നെയുള്ള ഒരു കേവ് കൂടെയാണ് താഴെയുള്ളത്. 2 കേവാണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 2-3 കൂടെ അതിൻ്റെ പണിയോടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. എന്താണല്ലോ ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. ശരിക്കും എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റിനുള്ളൊരു ശരിക്കുള്ളൊരു കേവ് തന്നെയായിരുന്നു. ഈ കാണുന്ന ഒരു എന്താ പറയുന്ന ഒരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ. പിന്നീട് വരുന്നത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് നല്ല അടിപൊളി ഒരു സംഭവം തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൈക്ലിങ്. ഞാൻ മാത്രമേ അത് കയറിയുള്ളൂ. പിന്നെ ഭീമയെ പിടിച്ച് ഞാൻ കയറ്റുമായിരുന്നു. ശരിക്കും അങ്ങറ്റം വരെ പോകുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. വെയിറ്റ് കൊണ്ട് ബാക്കി അങ്ങോട്ട് ചവിട്ടിയിട്ട് നീങ്ങിയില്ല എന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാം. അങ്ങനെ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭീമായി പിടിച്ച് ഞാൻ അതിൻ്റെ അകത്ത് കയറ്റി. കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ശരിക്കും അങ്ങോട്ട് തള്ളി ഒരൊറ്റ അങ്ങനെ വേണേൽ പറയാം. എന്നെ അവളെന്ത് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും കിടന്ന് അത് ആടുന്നുണ്ടായിരുന്നു. എന്താവും എന്നറിഞ്ഞൂടാ. നവി ഇവിടുന്ന് കിടക്കുക, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങോട്ട് പോകുന്നു. പൊറോട്ട ആവട്ടല്ല, ഇറങ്ങി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ ഒരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുന്നത് അല്ലേടി? അതെ അവരും പക്ക സപ്പോർട്ടായിരുന്നു നമുക്ക്. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്, മലയാളീസ് ആക്ച്വലി കുറവായിരുന്നു. എല്ലാവരും കപ്പിൾസായിട്ട് മാത്രമാണ് വന്നത് കൂടുതൽ. പിന്നെ കുട്ടികളുള്ള 2-3 പേര് മാത്രമേ ഉള്ളായിരുന്നു. അല്ലേടാ?
You are now about to witness the strength of Street Mountain. You are now about to witness the strength of Street Mountain. You are now about to witness the strength of Street Mountain. You are now about to witness the strength of Street Mountain. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇതായിട്ട് നല്ല അടിപൊളി ഒരു ബൊഫേ ആയിരുന്നു ഉണ്ടാകുന്നത്. ഈ കാണുന്ന വെറൈറ്റി ഐറ്റംസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ശരിക്കും എന്തൊക്കെ എവിടെ നിന്നൊക്കെ തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റിസോർട്ട് ചെയ്തപ്പോൾ മീമ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ചുമ്മാ മൂന്നാർ ഇങ്ങനെ ഏത് വഴിയാണെന്നൊന്നും അറിഞ്ഞൂടാ നല്ല വൈബാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം മഞ്ഞുണ്ട്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഒക്കെ ഇട്ട് വേണം പോകാനായിട്ട് അല്ലേടാ. ഓക്കെ ഗൈസ്. നൈറ്റ് ഞങ്ങൾ മേളിലൊക്കെ കുറേ നേരം കറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തൊന്നുമില്ല. പിന്നെ അദ്ദേഹം രാവിലെ എണ്ണീറ്റു, നേരെ കുളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം 10 o'clock വരെ ഫുഡ് അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇന്നും അത്യാവശ്യം ബൊഫയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അടിച്ച് ഇനി എന്നാ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചാൽ നേരെ നമ്മൾ പോയിട്ടില്ലാത്തത് പൂളിലാണ്. അപ്പം നേരെ പൂളിലോട്ട് നടക്കും. അപ്പം നമ്മുടെ ചെക്കൗട്ട് സമയമാകാറായി. ചെക്കൗട്ട് നമുക്ക് വരുന്നത് 11 o'clock ആണ്. ഇപ്പോൾ ആക്ച്വലി 11 o'clock ആയി. ഇനി എല്ലാം പോയി പാക്ക് ചെയ്ത് സെറ്റാകണം. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് നേരം അവരൊരു ഏരിയയിൽ വന്ന് നിന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊരു 1 മണിയൊക്കെ ആയപ്പോഴാണ് ആക്ച്വലി ഇറങ്ങിയത്. എന്തായാലും നല്ല അടിപൊളി ഒരു റിസോർട്ടാണ്. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട തന്നെ റിസോർട്ട് തന്നെയാണ്. അപ്പം നല്ലൊരു അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബായ്.